Wedding Collections, the classic bridal world. മൂവാറ്റുപുഴ നഗരസഭയുടെ ബഡ് സ്കൂൾ നിർമ്മാണത്തിന് തുടക്കമായി. നഗരസഭയുടെ 25-ാം വാർഡ് കുര്യമലയിലാണ് നഗരസഭ 30 ലക്ഷം രൂപ ഉപയോഗിച്ച് ബഡ് സ്കൂൾ നിർമ്മിക്കുന്നത്. നഗരസഭാ ചെയർമാൻ പി എൽദോസ് ബഡ് സ്കൂളിന്റെ തറക്കല്ലിടൽ നിർവഹിച്ചു. മൂവാറ്റുപുഴ നഗരസഭയിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ദീർഘനാളത്തെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. മൂവാറ്റുപുഴ നഗരസഭയിൽ പുതിയ ബഡ് സ്കൂൾ കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. നഗരസഭ 25-ാം വാർഡ് കുര്യൻമലയിലാണ് നഗരസഭയുടെ 30 ലക്ഷം രൂപ ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിക്കുന്നത്. കുര്യൻമലയിലെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും പുതിയതായി നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെയും സമീപത്ത് നഗരസഭയുടെ തന്നെ അധീനതയിലുണ്ടായിരുന്ന 20 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത്. നഗരസഭാ ചെയർമാൻ പി എൽദോസ് കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. $1400 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് ബഡ് സ്കൂൾ നിർമ്മിക്കുന്നത്. 6 മാസം കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് കുട്ടികൾക്കായി സ്കൂൾ തുറന്നു നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ പി എൽദോസ് പറഞ്ഞു. മൂവാറ്റുപുഴ നഗരസഭയുടെ 25-ാം വാർഡിൽ 20 സെന്റ് ഭൂമിയിലാണ് ഇന്ന് നിർമ്മാണം നടക്കുന്നത്. ദ്രുതഗതിയിൽ കെട്ടിടത്തിന് നിർമ്മാണം പൂർത്തീകരിച്ച് ഈ വർഷം തന്നെ ബഡ് സ്കൂള് മൂവാറ്റുപുഴയ്ക്ക് യാഥാർത്ഥ്യമാക്കാനുള്ള തീരുമാനത്തിലാണ് നഗരസഭാ കൗൺസിൽ. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി മുന്നോട്ട് വന്നതിന് ശേഷം ഒട്ടേറെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. ഏറ്റവും ഒടുവിലായി ഈ ഭിന്നശേഷി സ്കൂൾ കൂടി സ്ഥാപിതമാകുന്നതോടെ നഗരസഭ ചരിത്രത്തിൽ ഇടം നേടാൻ പോവുകയാണ്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു, കൗൺസിലർമാരായ അജി മുണ്ടാട്ട്, ജോയ്സ് മേരി ആന്റണി, PV രാധാകൃഷ്ണൻ, KG അനിൽകുമാർ, ജോസ് കുര്യാക്കോസ്, ജോളി മണ്ണൂർ, അമൽ ബാബു, പ്രദേശവാസികൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ തറക്കല്ലിടൽ കർമ്മത്തിൽ പങ്കെടുത്തു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ.